യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ. ഖുർആനിന്റെ അഭിസംബോധന മാനവരാശിയോടാണ്. ഓ മാൻകൈൻഡ്. അതാണ് ഖുർആൻ മാനവരാശിയെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞൊരു വിഷയമാണത്. യാ അയ്യുഹന്നാസ്. ഖുർആനിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു പ്രവിശ്യയിലെ ആള് അല്ല ഖുർആനിന്റെ അഭിസംബോധിത. പക്ഷെ ഇന്നത്തേതല്ല. ഇന്നത്തെ കഥകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഖുർആൻ അറബികൾക്കുള്ളതാണ്. 6ാം നൂറ്റാണ്ടിലെ അറബികളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് ഇന്നത്തെ ഖുർആൻ വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മക്കയിലും മദീനയിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളാണ് ഖുർആനിന്റെ വിശദീകരണമായിട്ട് ഇന്ന് നമുക്ക് ഖുർആൻ വിശദീകരണ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ചുറ്റിപ്പറ്റിയില്ല. അവിടെ അതാണ് ഇപ്പൊ ഇവിടെ സെയ്ദിന്റെ വിഷയമൊക്കെ പറഞ്ഞു. അവിടെ സെയ്ദ് എന്താ കാട്ടണത്, സൈനബ എന്താ കാട്ടണത് നോക്കി അള്ളാഹു ആയത്തിറക്കണ ഒരു അള്ളാഹുവിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പൊ സൈനബയുടെ കാല് കണ്ടുക്കണോ നബി? സൈനബാനെ സെയ്ദ് ഇപ്പൊ കാര്യം തീർത്തുക്കണോ? സൈനബായും പിന്നെ സെയ്ദിനിപ്പോ ഇഷ്ടല്ലേ? അതിപ്പോ ഒരു വിശദീകരണം ഞാൻ അതിന് കണ്ടു. സൈനബാക്ക് എങ്ങനെയും സെയ്ദിനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരു അടിമയായ ആ മനുഷ്യനുമായി പൊരുത്തപ്പെട്ടു പോകാൻ സൈനബക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ്. ഈ ആവശ്യം മുൻനിർത്തി നബി സൈനബയെ സെയ്ദിനെ കൊണ്ട് വിവാഹമോചനം ചെയ്യിപ്പിച്ചു. റസൂൽ വിവാഹം കഴിച്ചു. അത് ദത്തുപുത്രൻ സ്വന്തം പുത്രനല്ല എന്ന് തെളിയിക്കാൻ ലോകത്തിന് തെളിവായിക്കൊണ്ട് പ്രവാചകൻ കാണിച്ചു കൊടുത്ത ഒരു മാതൃകയാണ്, ലോകത്തിന് തുല്യതയില്ലാത്ത മാതൃകയാണ് എന്ന രൂപത്തിലൊക്കെയാണ് ഇപ്പൊ അതിന് വിശദീകരണം നൽകുന്നത്. നബിക്ക് സ്ത്രീകളോട് വലിയ ആസക്തി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ആ വിശദീകരണത്തിൽ പറയണത്. അതെന്തോ പോട്ടെ, റസൂൽ ആ വിഷയം പറഞ്ഞ കുറച്ച് താഴെ തട്ടിലേക്ക് ഇറങ്ങി പറയേണ്ടി വരും. നമ്മുടെ വിഷയം അതൊന്നുമല്ല. സത്യത്തിൽ ഖുർആൻ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിഷയവുമായി അവതരിപ്പിക്കപ്പെടേണ്ട ഗ്രന്ഥമല്ല. അതാണ് യാ അയ്യുഹന്നാസ്. മനുഷ്യരാശി നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഖുർആൻ പറയുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അവിടെ സത്യത്തിൽ ഒരു സെയ്ദും ഇല്ല, പോറ്റുപുത്രനും ഇല്ല, വളർത്തുപുത്രനും ഇല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. ഖുർആനിൽ വളർത്തുപുത്രനോ പോറ്റുപുത്രനോ സ്വന്തം പുത്രനോ സെയ്ദോ ഒന്നും ഖുർആനിന്റെ വിഷയമേ അല്ല. വൈദ് തഖൂലു ലില്ലദീ അൻഅമല്ലാഹു അലൈഹി വ അൻഅംത അലൈഹി അംസിക് അലൈക സൗജക്. സൗജ് എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ ഭാര്യയല്ല. ഭാര്യ എന്ന അർത്ഥത്തിനോ ഭർത്താവ് എന്ന അർത്ഥത്തിനോ ഖുർആൻ സൗജ് ഉപയോഗിച്ചിട്ടില്ല. കുന്തും അസ്വാജൻ സലാസൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ 3 അസ്വാജുകളായിരുന്നു എന്ന് പറഞ്ഞാൽ 3 ഐറ്റം, 3 കാറ്റഗറി. അതാണ് വിഭാഗം എന്നുള്ള അർത്ഥത്തിനാണ്. 77-ാം അധ്യായത്തിൽ ഖുർആൻ പറയുന്നുണ്ട് കുന്തും അസ്വാജൻ സലാസൻ. നിങ്ങൾ 3 അസ്വാജുകളായിരുന്നു എന്ന് പറഞ്ഞാൽ സഹ വിഭാഗങ്ങളെ കുറിച്ചാണ് ആ ഖുർആൻ പറയുന്നത്. ആ 3 വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചോ മാതാപിതാക്കളെ കുറിച്ചോ ഇങ്ങനെ വ്യക്തിപരമായ ഇൻഡിവിജ്വലായ വിഷയങ്ങളല്ല ഖുർആനിന്റെ സംസാര വിഷയം. സാമൂഹികമാണ് ഖുർആന്റെ സംസാര വിഷയം. അതാദ്യം മനസ്സിലാക്കുക. സാമൂഹികമാണ് ഖുർആനിന്റെ സംസാര വിഷയം. ഒരു വ്യക്തി എന്താകണം, ഒരു വ്യക്തിയുടെ വാപ്പയോ ഒരു വ്യക്തിയുടെ ഉമ്മയോ ഒരു വ്യക്തിയുടെ ഭാര്യയോ ഒരു വ്യക്തിയുടെ പുത്രനോ അല്ല ഖുർആനിന്റെ സംസാര വിഷയം. അതാദ്യം മനസ്സിലാക്കുക. അപ്പോ അസ്വാജ് എന്ന് പറഞ്ഞാൽ ഐറ്റം, ഇനം, സഹസമൂഹം, സഹകാരികൾ, ഇതൊക്കെയാണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സൗജത്ത് എന്നല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. അംസിക് അലൈക സൗജക്ക എന്നാണ്. നിന്റെ സഹസമൂഹത്തെ നീ കൂടെ നിർത്തുക. നബിയോട് പറയണം, നിന്റെ സഹസമൂഹത്തെ നീ കൂടെ നിർത്തണം.
കാരണം അവരും കൂടി ഈ ആശയ രംഗത്ത് അദ്ദേഹത്തിന് സഹായകമായി നിൽക്കുകയാണെങ്കിൽ ഈ ആശയ പ്രബോധന രംഗത്ത് ഒരു ഹെൽപ്പായി മാറും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തോന്നിയതാണത്. അള്ളാഹുവിന്റെ നിർദ്ദേശം എന്ന് പറയുമ്പോൾ അത് കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. അത് പോട്ടെ, അള്ളാഹു പറഞ്ഞു എന്ന് തന്നെ ഇപ്പൊ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ നിർദ്ദേശം അദ്ദേഹത്തിന് കിട്ടിയത് നീ നിന്റെ സഹസമൂഹത്തെ കൂടെ നിർത്തുക. അതാണ് അംസിക്ക് അലൈക്ക സൗജക്ക, നീ നിന്റെ സഹസമൂഹത്തെ കൂടെ നിർത്തുക. ഇംസാക്ക് ചെയ്യാൻ അവരെ പിടിച്ചു നിർത്തുക. വത്തഖില്ലാഹ, അങ്ങനെ പിടിച്ചു നിർത്തുമ്പോൾ അവരോ നീയോ ദൈവിക കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെയുള്ള പ്രത്യാഘാതങ്ങളെ നീ സൂക്ഷിക്കുകയും ചെയ്യുക. വതുഖ്ഫി മാ ഫീ നഫ്സിക, നീ നിന്റെ മനസ്സിൽ അല്ലെങ്കിൽ നീ നിന്റെ ആശയത്തെ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അള്ളാഹു ആ കാര്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതുകൊണ്ട് നഫ്സ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മള് നഫ്സ്, ഇവർ പറയുന്ന ശരീരം എന്നുള്ള അർത്ഥത്തിനാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ ഐഡിയോളജിയാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ് നഫ്സ്. യഖ്താനൂന അൻഫുസഹും, അതാണ് ഒരു വാക്കിൽ നിന്ന് പിന്നെ അങ്ങനെയാണ് പോവുകയാണ്. അതാണ് ഈ പ്രശ്നത്തിലുള്ള ഒരു വിഷയം മാത്രം ഒതുങ്ങി പറഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമാവില്ല. അപ്പോ നഫ്സ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഉദ്ദേശിക്കുന്ന ഭൂരിപക്ഷം സ്ഥലങ്ങളിലും സ്വന്തം ഒരാളുടെ ഐഡിയോളജി, ഒരാളുടെ പ്രത്യയശാസ്ത്രം, അതാണ് നഫ്സ്. അത് അദ്ദേഹത്തിന്റെ ഐഡിയോളജിയിൽ നിന്ന് ചിലതൊക്കെ ഒന്ന് ഗോപ്യമാക്കി വെച്ച് ജനങ്ങളുടെ ഇടയിൽ ബാക്കി അവതരിപ്പിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് പ്രവാചകൻ ഉദ്ദേശിക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് രംഗത്ത് കൊണ്ടുവരാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്, അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് വരുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. ജനങ്ങളിൽ നിന്ന് എന്തുണ്ടാവുമെന്നാണ് നീ ഭയപ്പെടുന്നത്. പക്ഷെ നിനക്ക് ഭയക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ദൈവം ഒരു ഭയക്കേണ്ട ആളല്ല, പേടിക്കേണ്ട ആളല്ല, പേടിപ്പെടുത്തുന്ന ആളായിട്ടാണ് ദൈവത്തെ ഇവരവതരിപ്പിക്കുന്നത്. അതാണ് ഇവിടെയൊക്കെ വിശദീകരണം ആവശ്യമുള്ളതാണ്. ഓരോ പദങ്ങളും ഖുർആനിലെ വിശദീകരണം ആവശ്യമുള്ളതാണ്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം, ഇവർ പറയുന്ന അർത്ഥത്തിൽ ദൈവം ഭയപ്പെടേണ്ട ഒരാളല്ല. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിധിവിലക്കുകൾ ധിക്കരിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് ഭയപ്പെടേണ്ടത്. അതാണ് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനത്തെ ഒരു ദൈവസങ്കല്പമാണ് ലോകത്തിന് അപകടകരം. ഭയപ്പെടേണ്ട ഒരു ദൈവം, പേടിക്കേണ്ട ഒരു ദൈവം, നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ദൈവം, നമ്മുടെ പ്രത്യേകമായ അംഗചലനങ്ങൾ ആവശ്യമുള്ള ഒരു ദൈവം, ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു ദൈവം ആണ്. നമ്മൾ വെള്ളം കുടിച്ചാൽ ദേഷ്യപ്പെടുന്ന ദൈവം, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ദേഷ്യപ്പെടുന്ന ദൈവം, നമ്മൾ മുടി വെട്ടിയാൽ ദേഷ്യപ്പെടുന്ന ദൈവം, ഇങ്ങനത്തെ താടിലേശം നീട്ടിയിട്ടില്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ദൈവം, ഇങ്ങനത്തെ ഒരു ദൈവസങ്കല്പത്തിൽ നിന്ന് മാറി ദൈവത്തിന്റെ വിധിവിലക്കുകൾ ധിക്കരിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് ഭയപ്പെടേണ്ടത്. അതാണ് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ. അതൊരു ലേശം വിശദീകരണം അവിടെ ആവശ്യമായതുകൊണ്ടാണ് അവിടെ ഒരല്പ വിശദീകരണം വന്നത്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിധിവിലക്കുകൾ ലംഘിച്ചാലുണ്ടാകുന്ന കൽപ്പനകൾ, മാർഗനിർദ്ദേശങ്ങളും ധിക്കരിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ആണ് ഭയപ്പെടേണ്ടത്. അതാണ് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ. അത് എന്റെ സഹോദരങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. എവിടെയൊക്കെ ദൈവം എന്ന് പറയുന്നോ അവിടെയൊക്കെ ദൈവത്തിന്റെ വിധിവിലക്കുകളും മാർഗനിർദ്ദേശങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു ഇൻഡിവിജ്വലായ ഒരു രൂപമല്ല. അത് പ്രത്യേകമായി മനസ്സിലാക്കണം. എങ്കിലേ ഈ ഖുർആനിൽ അള്ളാഹു എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ എന്റെ സഹോദരങ്ങളായ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, എങ്കിലേ മനസ്സിലാവുള്ളൂ. മറ്റതെന്താണ്? ഈ അള്ളാഹു എന്ന് പേടിക്കേണ്ട ഒരു അള്ളാഹു ആണ്. അള്ളാഹു നമ്മളെന്തെങ്കിലും ചെയ്താൽ പിടിച്ചു കുലുക്കി ശിക്ഷിക്കുന്ന ദൈവം, അങ്ങനെ ഒരു ദൈവം തന്നെയല്ല. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ദൈവം അങ്ങനെ ഭയപ്പെടുത്തുന്ന, പിടിച്ച് ശിക്ഷിക്കുന്ന ദൈവമല്ല. അത് ശിക്ഷയല്ല. ഒരു ഭൂമി ഉൽക്കൊണ്ടായ ആളുകൾ വിചാരിക്കുന്നത് അത് ശിക്ഷയാണ്. അത് ശിക്ഷയല്ല, അത് ദൈവത്തിന്റെ പ്രകൃതിയാണത്. പക്ഷെ നമ്മളെ
കാലാകാലങ്ങളിലായി മതപുരോഹിതന്മാർ വിശ്വസിച്ചു പോരുന്നത് അത് ശിക്ഷയാണെന്നാണ്. അത് ശിക്ഷയല്ല. ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ, ഒരു വിസ്ഫോടനമുണ്ടായാൽ ഭൂമിയിൽ, അല്ലെങ്കിൽ കടലൊന്ന് ഇളകിയാൽ, അല്ലെങ്കിൽ ഇടിവെട്ടിയാൽ, അല്ലെങ്കിൽ മഴ പെയ്താൽ, അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാൽ, ഇതൊന്നും ദൈവശിക്ഷയല്ല. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് ഞാൻ പറയുന്നത്. ദൈവികത്തിന്റെ വ്യവസ്ഥിതി അങ്ങനെയാണ്. പക്ഷെ അതിന് രക്ഷ നേടാനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് മാത്രം. ഇപ്പൊ ഹുദുഹുദുണ്ടായി. ഇപ്പൊ നമ്മളെ അടുത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. ഹുദുഹുദുണ്ടായപ്പോ കുറച്ച് 10-ൽ താഴെ ആളുകളും കൂടി പോയില്ല. ഒരു 30 വർഷമാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ പോവുക. അതെന്തുകൊണ്ടാണ്? അന്ന് മനുഷ്യന്റെ ജ്ഞാനം അവിടെ എത്തിയിട്ടുള്ളൂ, അറിവ് അവിടെ എത്തിയിട്ടുള്ളൂ. ഇപ്പൊ സുനാമി ഉണ്ടായപ്പോ ലക്ഷക്കണക്കിന് ആളുകളാണ് പോയത്. ഇനി സുനാമി ഉണ്ടായ അത്ര ആളുകൾ പോകില്ല. കാരണം അതിന്റെ ആഗമനത്തെ കുറിച്ച് കണ്ടുപിടിക്കാനും അറിയാനുള്ള ഉപകരണങ്ങൾ മനുഷ്യൻ കണ്ടെത്തി. അപ്പൊ മനുഷ്യന്റെ അറിവ് കുറവാണ്. ഇത് ദൈവിക ശിക്ഷയല്ല. അങ്ങനെ വരുമ്പോ തന്നെ ഡെഡ് സീ പോയി, നോഹിന്റെ കപ്പല് പോയി. ഇതൊക്കെ ദൈവശിക്ഷയായിട്ട്. അങ്ങനെ ലോകത്തൊരു സംഭവമേ ഇല്ല. വിശ്വാസികളെ മാത്രം രക്ഷപ്പെടുത്തി അവിശ്വാസികളെ മാത്രം കൊന്നൊടുക്കിയ ഒരു ശിക്ഷാരീതി ലോകത്തെവിടെ നടന്നിട്ടുള്ളത്? ലോക ചരിത്രത്തിലില്ല. ഈ അഹ്ലുസുന്നത്ത് എഴുതി വെച്ച കഥയിലല്ലാതെ ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങൾ മാത്രം രക്ഷപ്പെട്ട് അവിടുത്തെ അമുസ്ലിങ്ങൾ മാത്രം ചത്തൊടുങ്ങിയ ഒരു ഭൂമി കുലുക്കമോ, ഒരു ജലപ്രളയമോ, ഒരു പേമാരിയോ, ഒരു കൊടുങ്കാറ്റോ, അല്ലെങ്കിൽ ഭൂമിയിലെ മഹാവിസ്ഫോടനങ്ങളോ ഏതാണ്ടായിട്ടുള്ളത് ലോക ചരിത്രത്തിലില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എഴുതിയ ചരിത്രത്തിലല്ലാതെ പിഞ്ചു പൈതങ്ങളടക്കം, നിരപരാധികളായ പിഞ്ചു പൈതങ്ങളടക്കം മരിച്ചു വീഴുന്ന മഹാവിസ്ഫോടനങ്ങളോ, പേമാരികളോ, ചുഴലിക്കാറ്റുകളോ, വെള്ളപ്പൊക്കങ്ങളോ, ജലപ്രളയങ്ങളോ ഒക്കെ അല്ലാതെ മുസ്ലിങ്ങളെ അവിടുന്ന് ഇങ്ങനെ അത്ഭുതകരമായി പൊക്കിക്കൊണ്ടുപോയി ബാക്കിയുള്ള കാഫിരീങ്ങളെ മാത്രം നശിപ്പിച്ച ചരിത്രം ലോക ചരിത്രത്തിലില്ല. അപ്പൊ അങ്ങനെ ഒരു ശിക്ഷയില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സിമ്പിൾ ഉദാഹരണമാണ്. നമ്മുടെ കയ്യിൽ ഒരു മുറി ഉണ്ടായി, അത് പഴുത്താൽ അതിന്റെ ചലം അത് പുറത്ത് തള്ളിയേ മതിയാവും. അതതിന്റെ പ്രകൃതി നിയമമാണ്. അത് തള്ളിയില്ലെങ്കിൽ അത് വലിയ വിപത്തായി ആ ശരീരത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന രൂപത്തിൽ അത് മാറും. എന്നതുപോലെ ഭൂമിക്കടിയിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ അതാത് സമയങ്ങളിൽ അത് പുറന്തള്ളിയിട്ടില്ലെങ്കിൽ ഭൂമിയുടെ തന്നെ നിലനിൽപ്പിന് അപകടകരമാവും വിധം അത് അവിടെ അടിഞ്ഞുകൂടിയാൽ ഭൂമിയുടെ തന്നെ, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാകുന്ന രൂപത്തിൽ അത് ഇടയ്ക്കിടെ പുറന്തള്ളുക എന്നുള്ളത് അത് പ്രകൃതി നിയമമാണ്. അത് മനുഷ്യരോട് ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം ചെയ്യുന്ന കരുണയാണ്. അത് ശിക്ഷയല്ല. അതാണ് വെറുതെ ഈ പുരോഹിതന്മാർ ദൈവത്തിന്റെ ശിക്ഷ വരും എന്ന് പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുക വേണ്ടത്. ദൈവം ഭയപ്പെടേണ്ട ഒരാളല്ല. പിന്നെ ദൈവത്തെ ഭയപ്പെടാൻ ഖുർആൻ ഇടയ്ക്കിടെ പറയുന്നുണ്ടല്ലോ. അത് ദൈവത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് ഭയപ്പെടേണ്ടത്. അതാണ് ദൈവം എന്ന് പറഞ്ഞു. അവരത് അല്പം വിശദീകരിച്ചു. അതാണ് നിന്റെ ആശയത്തിൽ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അള്ളാഹു അത് ഇവിടെ പുറത്ത് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. നീ ജനങ്ങളെയാണ് ഭയപ്പെടുന്നത്, പക്ഷേ നിനക്ക് സൂക്ഷിക്കാനും ഭയപ്പെടാനും ദൈവികമായ നിയമങ്ങളാണ് ഏറ്റവും അവകാശപ്പെട്ടത്. ഇനിയാണ് പറയുന്നത് ഫലമ്മാ കലാ സൈദും മിൻഹാ വത്രൻ. ആ ഫലമ്മാ കല എന്ന് പറഞ്ഞാൽ തന്നെ ആവശ്യം നിർവഹിച്ചപ്പോൾ എന്നല്ല. ഇവരങ്ങനെ എഴുതി വെച്ചിരിക്കണ. കല എന്ന് പറഞ്ഞാൽ സെയ്ദിന്റെ ഏകദേശം പണിയൊക്കെ പൂർത്തിയായപ്പോ മൂപ്പർക്ക് ഇനി വലിയ സംഗതിയൊന്നും ഇനി സൈനബയില്. അതാണ് ഞാൻ പറഞ്ഞ ആ വിഷയം എനിക്ക് വല്ലാതെ പറയാൻ വയ്യ. ഇവരങ്ങനത്തെ തോന്നിയാസങ്ങൾ എഴുതി. അതിൽ റസൂലും കടന്നു വരും എന്നുള്ളത് കൊണ്ടാണ് ആ വിഷയം അങ്ങനെ അങ്ങോട്ട് പോലും മെല്ലെ സോപ്പിട്ടിട്ടാണ് പോകാൻ നിൽക്കുന്നത്. എണ്ണ പുരട്ടിയിട്ടാണ് പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. ഇവരാണ് സൈനബയിൽ നിന്നുള്ള അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. സൈനബയിൽ നിന്ന് സെയ്ദിന്റെ ആവശ്യം ഏകദേശം കഴിഞ്ഞപ്പോൾ സവ്വത്തിനാക്ക, ഞാൻ അവളെ അണക്ക് കെട്ടിച്ചു തന്നു. നബിക്ക് അള്ളാഹു സൈനബനെ കെട്ടിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ സൗന്ദര്യം കണ്ടു എന്നൊക്കെ പിന്നെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പരിഭാഷയിലുണ്ട്. അത് അനിൽകുമാറിനത് മേത്തേക്ക് കയറിയിട്ടൊന്നും കാര്യമൊന്നുമില്ല.
അത് വല്ല സുന്നത്തിയമ്മാത്തിന്റെ പരിഭാഷയിലുള്ള തന്നെ. ആ പരിഭാഷയിലുള്ളതൊക്കെ പാടെ പറഞ്ഞാല് അനിൽകുമാർ മുഴുവൻ വായിച്ചിട്ടാണെങ്കിൽ ഇതിന്റെ അപ്പുറം പറയേണ്ടി വരും. ആ പരിഭാഷയിലുള്ളത് മൂപ്പര് ഈ ആയത്തിന്റെ പരിഭാഷ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുപോട്ടെ, ഇവിടെ അതല്ല നമുക്ക് വേണ്ട. ഫലമ്മ കല എന്ന് പറഞ്ഞാൽ തന്നെ നിശ്ചയിച്ചു, വിധിച്ചു, തീരുമാനിച്ചു എന്നാണ്. കല യക്ലി കാളി, വിധിച്ചു, തീരുമാനിച്ചു, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. വിധിയാണ്. ഫലമ്മ കല സയ്യിദുൻ മിൻഹ വതറൻ. സയ്യിദ് എന്ന് പറഞ്ഞാല് ഒരു വർദ്ധിച്ചാന്നാണ്. സാദ യസീദ് സയ്യിദ് എന്ന് പറഞ്ഞാൽ അധികരിച്ചാന്നാണ് സിയാദത്ത്. എന്റെ പേര് അറബിയില് മലയാളത്തില് സയ്യിദ് എന്നാണെങ്കിലും ചിലപ്പോ സയ്യിദ് എന്ന് പറയും. സാദ യസീദ് സയ്യിദ് എന്ന് പറഞ്ഞാൽ വർധനവ് എന്നാണ്. ആ സമൂഹത്തിന്റെ ആവശ്യം വർദ്ധിച്ചതായിട്ടും ആവശ്യം കൂടുതലായും നിശ്ചയിക്കുകയും തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിന്റെ ആവശ്യം വർദ്ധിച്ചു വന്നു. തനിക്ക് മാത്രം, തൻ്റെ ഈ സഹസമൂഹത്തെ മാത്രം, തൻ്റെ കൂടെയുള്ള സമൂഹം മാത്രം ഈ ആശയപ്രബോധന രംഗത്ത് മതിയാവില്ല. ഈ തൻ്റെ അതാണ് സൗജ്, തൻ്റെ സഹസമൂഹത്തിന്റെ ആവശ്യം കൂടി പ്രവാചകന് അധികമായി വന്നിരിക്കുന്നു എന്ന് നിശ്ചയിക്കുകയും വിധിക്കുകയും തീരുമാനിക്കുകയും ചെയ്തപ്പോൾ എന്ത് ചെയ്തു? സവ്വജനാകഹ, നിനക്ക് ഞാൻ ആ സമൂഹത്തെ നിന്റെ ഇണയായ സമൂഹമായി ഞാൻ നിനക്ക് നിശ്ചയിച്ചു തന്നു. നിങ്ങൾ ആ സമൂഹത്തെ കൂടി എടുത്തുകൊള്ളു. ഈ അധ്യായത്തിന്റെ തന്നെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അഭിനാവ്. ഇത് ഞാൻ മുമ്പൊരിക്കൽ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നാണ്, മുമ്പ് ഒരുപാട് കാലം. അഭിനാവ് എന്ന് പറഞ്ഞാൽ ഇവര് സ്വന്തം പുത്രനും എന്ന് പറഞ്ഞാൽ വളർത്തുപുത്രനും എന്നാണ് ഇവര് പറയാറുള്ളത്. ശരിക്ക് എന്ന് പറഞ്ഞാൽ വളർത്തുപുത്രനല്ല, അതിന് തബന്ന എന്നാ പറയാം. തബന്ന എന്ന് പറഞ്ഞാൽ ഇബിനാക്കുക, മകനാക്കുക, അതാണ് തബന്ന. സ്വന്തം മകനാക്കുക, മകനല്ല പക്ഷെ തബന്ന, മകനാക്കുക. അറബിയിൽ അങ്ങനെയാണ് തബന്ന എന്നാ പറയാം, സ്വന്തം മകനാക്കുക. എന്നല്ല പറയാം. എന്ന് പറഞ്ഞാൽ എന്നുള്ള വാക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദഅവത്തുമായി വരുന്ന ആള് എന്നാണ് അതിന്റെ അർത്ഥം. ഒരു പുതിയ മെസ്സേജുമായി, ഒരു പുതിയ ആശയവുമായി രംഗത്ത് വരുന്ന വ്യക്തികൾക്കാണ് അദിഇയാക്കളാണ് അവരെന്ന് പറയുന്നത്, അഭിനാവുകളല്ലാണ്. ഇബ്നു അബ്നാവ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ നവീകരണത്തിനും പരിഷ്കരണത്തിനും വേണ്ടി പരിശ്രമിക്കുന്ന സമൂഹത്തിലെ പരിശ്രമശാലികളായ പ്രവർത്തകരെയാണ് ഇബ്നു അബ്നാവ് എന്ന് പറഞ്ഞാൽ. അത് ബന എന്നുള്ളതാണ്. ബന എന്ന് പറഞ്ഞാൽ ബന്നാവ് എന്ന് പറഞ്ഞാൽ മണ്ണ എന്നാണ് അതിന്റെ അർത്ഥം. മേശൻ, അതിനാണ് ബാനി. ബാനി കുത്തുബ് മിനാർ, കുത്തുബുദ്ദീൻ ഐബക്ക് എന്നൊക്കെ പറയും. ബാനി കുത്തുബ് മിനാർ, കുത്തുബ് മിനാറിന്റെ ബാനി, അതിന്റെ നിർമ്മാതാവ് കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയും. ഞങ്ങൾ അറബി പറയണതാണ്. ബന എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു. അതിനാണ് ഇബ്ൻ ഉണ്ടായത്. നിർമ്മിക്കുന്നവൻ, സമൂഹത്തെ പുനഃസൃഷ്ടിക്കുന്നവൻ, അതാണ് ഇബ്ന്. ഇത് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് പറഞ്ഞതാണ്. ബനായബിനി ഇബ്ന് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ പുനഃസൃഷ്ടിക്കുന്നവൻ. അതാണ് മൂസയുടെ കൂടെ ഉണ്ടായിരുന്ന അഭിനാവികൾ. അതാണ്, അല്ലാതെ മൂസയുടെ മക്കളല്ല, മൂസയുടെ കുട്ടികളല്ല. ബിൽഡേഴ്സാണ്. ആരെയാണ് ബിൽഡ് ചെയ്യണത്? അവര് സമൂഹത്തെയാണ് ബിൽഡ് ചെയ്യണത്. സാമൂഹികമായി നാശത്തിലേക്കും അധപ്പതനത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്ത് വന്ന് അവരെ പുനഃസൃഷ്ടിച്ചു കൊണ്ടുവരുന്ന വ്യക്തികൾക്കാണ് അഭിനാവ് എന്ന് പറയാം. സമൂഹത്തിന്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് അഭിനാവ് എന്ന് പറയാം, സ്വന്തം കുട്ടിയല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ ഒരിക്കലും സ്വന്തം പുത്രനെ കുറിച്ചല്ല വർത്താനം പറയണത്, സ്വന്തം വാപ്പാനെ കുറിച്ചല്ല വർത്താനം പറയുന്നത്, സ്വന്തം പെണ്ണുങ്ങളെ കുറിച്ചല്ല പറയണത്. ഖുർആന്റെ വിഷയമേ അതല്ല. ഖുർആൻ സാമൂഹികമായ വിഷയങ്ങളാണ് ഖുർആൻ സംസാരിക്കുന്നത്. അതാണ് പ്രവാചകന്മാർക്ക് ഒന്നും തന്നെ സ്വന്തം കുട്ടികൾ എന്താവുന്നത് വേദാറല്ല. ഇവരുടെ കഥയിൽ അങ്ങനെയാണ്. അമ്പിയാക്കന്മാരുടെ ഒക്കെ വേവലാതി നിന്റെ കുട്ടികളെ എന്താക്കണം എന്നാ. അടുത്തോനെ എന്റെ കുട്ടികളെ നോക്കണം, നിന്റെ കുട്ടികളെ രക്ഷപ്പെടുത്തണം,
അതൊന്നും വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു പ്രവാചകന്മാരെ പോലെയുള്ള പരിഷ്കർത്താക്കളുടെ വീക്ഷണമേ ആകാൻ പാടില്ല. അവരുടെ വീക്ഷണങ്ങൾ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിലെ അവരുടെ കൂടെ അധ്വാനിക്കുന്ന പരിശ്രമിക്കുന്ന ആളുകളാണ് അബ്നാഉകൾ. അതാണ് ആ അബ്നാഉകളെയാണ് ഫറോവ കൊന്നൊടുക്കിയിരുന്നത് എന്ന് പറയുന്നത്. മറ്റേ കഥകൾ ഇവിടുത്തെ എല്ലാ മതങ്ങളിലുള്ളതാണ്. ഈ കുട്ടികളെ കൊല്ലലും തോണിയിൽ രക്ഷപ്പെടലും ഒക്കെ എല്ലാ വേദങ്ങളിലുള്ള കഥകളിലുള്ള കഥയാണ്. യഥാർത്ഥത്തിൽ അബ്നാഉകളെ ഫറോവ കൊന്നിരുന്നു എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് അധ്വാനിച്ചിരുന്ന ജനസമൂഹങ്ങളെയാണ് കൊന്നൊടുക്കിയിരുന്നത്. അവിടെ ജീവിക്കാൻ വിട്ടിരുന്നത് എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ ദുർബലരും പ്രതികരിക്കാൻ കഴിവില്ലാത്ത സാധാരണക്കാരായ ആളുകളെയാണ് ജീവിക്കാൻ വിട്ടിരുന്നത്. അവരെ കൊണ്ട് വലിയ ശല്യമൊന്നും ഫിറൗനുണ്ടായിരുന്നില്ല. നിങ്ങൾ ജീവിച്ചോടി, കുഴപ്പമൊന്നുമില്ല. അതാണ് യസ്തഹീന നിസാഹ് എന്ന് പറഞ്ഞത്. അവരിലെ നിസാഹുകളെ ജീവിക്കാൻ വിട്ടുകയും യുദബ്ബിഹൂന അബ്നാഅഹു എന്ന് പറഞ്ഞാൽ അവരിലെ ആൺകുട്ടികൾ അതാണ് ആൺകുട്ടികൾ. അവര് ആൺകുട്ടികളായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ സ്വന്തം ബയോളജിക്കൽ കുട്ടികളല്ല. അത് മനസ്സിലാക്കി. എന്നതുപോലെ തന്നെ, അതിപ്പോ ഞാൻ ഇവിടുന്ന് വിഷയത്തിൽ നിന്ന് കുറെ അങ്ങോട്ട് പോയി, എന്നാലും തിരിച്ചു വരാം. എന്നതുപോലെ തന്നെ ഇവിടെ അദ്ഇയാഹ് എന്ന് പറയുന്നത് ഈ ഒരു ന്യൂ മെസ്സേജുമായിട്ട് ഒരു പുതിയ സന്ദേശവുമായി വരുന്ന ആളുകളെ ഒരിക്കലും അബ്നാഉകളെ പോലെയല്ല എന്ന് ഖുർആൻ പറഞ്ഞത് അതാണ്. അവരിലെ അദ്ഇയാഹുകൾ അബ്നാഉകളല്ല. കാരണം ഒരു ന്യൂ മെസ്സേജുമായി വരുന്ന ഒരു വ്യക്തിയും, അതാണ് മാ ജഅലല്ലാഹു, അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല, ആക്കിയിട്ടില്ല. അദ്ഇയാഹും അവരിലെ അദ്ഇയാഹുകളെ ആക്കിയിട്ടില്ല. ആരാക്കിയിട്ടില്ല? അബ്നാഉഹും അവരിലെ അബ്നാഉകളാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അബ്നാഉകൾക്ക് ഒരു സ്ഥാനം മേലെ തന്നെയാണ്. അവര് സമൂഹത്തിന്റെ ബിൽഡപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമൂഹത്തിന്റെ മക്കളാണ് അവരതിനു വേണ്ടി അധ്വാനിക്കുന്നവരാണ്. അവരെ പോലെ ഒരു ന്യൂ മെസ്സേജുമായി വരുന്ന ആളുകളെ രണ്ടും ഒരു കാറ്റഗറിയായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് ഇവരെന്തായി? സ്വന്തം പുത്രനെ, വളർത്തുപുത്രനെ സ്വന്തം പുത്രനാക്കിയിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്നാക്കി. അതിന് തബന്ന എന്നാണ്. വേറൊരു കുട്ടിയെ നമ്മൾ ദത്തെടുത്ത് വളർത്തുന്നതിന് തബന്ന എന്നാ പറയാം. അത് അങ്ങനത്തെ ചർച്ച ഖുർആനിലില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ സമൂഹത്തെ നിങ്ങൾക്ക് ഇണയാക്കി തന്നത്. ലികൈലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ, മുഅ്മിനീങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫി അസ്വാജി അദ്ഇയാഹിം, ഒരു ന്യൂ മെസ്സേജുമായി വരുന്ന ആളുകളുടെ സമൂഹങ്ങളെ കൂടെ കൂട്ടുന്നതിന് ഒരു കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ അദ്ഇയാഹ് മനസ്സിലാക്കാനാണ് ഞാൻ ഇതേ അധ്യായത്തിന്റെ തുടക്കത്തിൽ ഈ വചനം പറഞ്ഞിട്ടുണ്ട്. മാ ജഅലല്ലാഹു അദ്ഇയാഹും അബ്നാഅഹും, അവരുടെ അദ്ഇയാഹുകളെ അബ്നാഅഹുകളാക്കി. അപ്പൊ ഒരു ന്യൂ മെസ്സേജുമായി ഒരു സന്ദേശം ലോകത്ത് നടപ്പിലാക്കുന്ന ആളുകളെ, അത് ഈ ആശയവുമായി താദാത്മ്യപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരെ കൂടി അവരുടെ സൊസൈറ്റികളെ കൂടി, അതാണ് അസ്വാജ്. നബിയുടെ അസ്വാജ് എന്ന് പറഞ്ഞാൽ നബിയുടെ സൊസൈറ്റിയാണ്, ഭാര്യമാരല്ല. അത് ഈ അധ്യായത്തിൽ ഇനി വേറെ പറയുന്നുണ്ട്. നബിയുടെ അസ്വാജ് എന്ന് പറഞ്ഞാൽ നബിയുടെ സൊസൈറ്റിയാണ്, നബിയുടെ കൂടെ നിൽക്കുന്ന സമൂഹങ്ങളാണ്. ഇത് അസ്വാജുകൾ, ഈ അദ്ഇയാഹുകളുടെ അസ്വാജ് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെയുള്ള സമൂഹങ്ങളെ കൂടി ഈ സമാധാന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾക്ക് കൂടെ കൂട്ടുന്നതിന് ഒരു കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിധി അള്ളാഹു വിധിച്ചതും നിശ്ചയിച്ചതും. ഇതാണ് അള്ളാഹു പറയുന്നത്. ഇനി ഇതാണ് അതുമായി ബന്ധപ്പെട്ട ഖുർആനിലുള്ള വചനം. ഇവിടെ ഒരു കല്യാണമല്ല, ഖുർആനിൽ അങ്ങനെ കല്യാണം തന്നെ ഇല്ല എന്നാ ഞാൻ പറയും. പെണ്ണെട്ടലും കാര്യം തീർക്കലൊന്നും ഖുർആനില്ല. ഇങ്ങോട്ടല്ല ഇപ്പൊ സയ്യിദിന്റെ പെണ്ണെട്ടലും കാര്യം തീർക്കലൊന്നും ഖുർആന്റെ വിഷയമല്ല. അത് ഏതാ നല്ല കുട്ടി നോക്കിയാൽ കെട്ടുകയെന്നല്ലാതെ ഈ മതങ്ങൾ ഈ ഒരു TV ചാനലുണ്ട്, മതങ്ങൾ വന്നോടുകൂടിയില്ല ഇടങ്ങാറ്. അതിൽ ഒരിടങ്ങാറ് എന്താണെന്ന് നല്ല കുട്ടികളെ തെരഞ്ഞെടുക്കാൻ പറ്റാതെയായി. മതങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ ഓരോന്നും വർണ്ണിക്കുകയാണ്. ഇപ്പോഴത്തെ ദൈവത്തെ കൊണ്ടും ഇപ്പോഴത്തെ മതങ്ങളെ കൊണ്ടും.
അതിൽ നിരവധി ദോഷങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ദോഷം പറഞ്ഞ അവനാണ് താല്പര്യമുള്ള ഒരു പെൺകുട്ടിനെ തെരഞ്ഞെടുക്കാൻ പോലും പറ്റാതെ ഈ മതങ്ങളെ കൊണ്ട്. അവനാന്റെ കൗമിൽ അവനാന്റെ ഗ്രൂപ്പിൽ മാത്രമേ പറ്റുള്ളൂ. മറ്റത് ഇവിടുത്തെ വിശാലമായി കിടക്കല്ലേ, ഏറെ പറ്റിയെന്ന് വെച്ചാൽ തെരഞ്ഞെടുത്ത് കെട്ടാലോ. ഇത് അതിനും കൂടിയും പറ്റാതെ ഈ മതങ്ങൾ വന്ന കാരണം കെട്ടല് പോയിട്ട് വന്ന് രണ്ടിനിരിക്കാനും കൂടി പറ്റാതെ സ്വൈരായിട്ട് കേട്ടാലോ. ഈ മതങ്ങളെ കൊണ്ടില്ല ഇടങ്ങാറാണ്. അവനാണ് എങ്ങനെയും സുഖം എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഇരിക്കാനും കൂടി പറ്റാത്ത അവസ്ഥയാണ് ബാത്റൂമിൽ. ഇതാണ് മതം. ഭയങ്കര ഇടങ്ങാറാണ്. മതം അല്ല ദീൻ. അത് നമ്മളെപ്പോഴും നിരവധി തവണ പറയും. മതമല്ല ദീനാണ് യഥാർത്ഥത്തിൽ. മതം പോക്ക ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ മതം ആയി തീർന്നപ്പോഴാണ് ഇത് ലോകത്തിന് വിപത്തായി മാറിയത്. അപ്പോ ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അത് അത്ര മതി എന്നാണ് തോന്നണത് എനിക്ക്. അപ്പൊ സെയ്ദിന്റെ ഒരു കല്യാണോ സെയ്ദോ സൈനബേ ഒന്നും ഖുർആനിന്റെ ചർച്ചയേ അല്ല. അങ്ങനെ മക്കത്തൊരു സൈനബ് 100 സൈനബ് ഉണ്ടാവും, അതൊന്നും ഖുർആന്റെ ചർച്ചയല്ല. അത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോഴത്തെ വേദവ്യാഖ്യാനങ്ങൾ ഓരോന്നും എടുത്തു പരിശോധിച്ചാൽ അത് ക്രൈസ്തവ വിശ്വാസമാണെങ്കിലും പാടില്ല, മുസ്ലിങ്ങളുടെ വിശ്വാസമാണെങ്കിലും പാടില്ല, ഹിന്ദുക്കളുടെ ഹൈന്ദവരുടെ വിശ്വാസമാണെങ്കിലും ശരി, ഈ വേദങ്ങളുടെ നിലവിലുള്ള വ്യാഖ്യാനമാണ് കേട്ടോ. ഇതിന്റെ അപ്പുറത്തേക്കുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിലവിലുള്ള വ്യാഖ്യാനം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിങ്ങളുടെ പടച്ചവനും മക്കത്തും മദീനത്തും മാത്രം ചുറ്റിക്കറങ്ങാണ്. അവിടെ മാത്രം സൈനബ് എങ്ങനെ, മൈമൂൻ എങ്ങനെ, ആയിഷ എങ്ങനെ, ജൂതന്മാരെ ബെഡ്റൂമിലേക്ക് എത്തി വെക്കുകയാണ് അല്ലാഹു. എങ്ങനെയപ്പോ അവിടെ സംഗതികളത്? അപ്പൊ ആയത്തിറക്കുക. ഇങ്ങനത്തെ ഒരു പടച്ചോനെയാണ് ഇപ്പൊ മക്കത്തും മദീനത്തും മാത്രം ചുറ്റിപ്പറ്റി അവിടുത്തെ സംഭവ വികാസങ്ങൾ. അന്ന് മായൻ സംസ്കാരം അമേരിക്കയിലുണ്ട്, അത് അള്ളാഹ്ക്ക് അറിയില്ല. അതിനുശേഷം നിരവധി സംസ്കാരങ്ങളിലുള്ള വിവിധ രാജ്യങ്ങൾ, ചൈനയുണ്ട് അന്നത്തെ കാലത്ത്, അവിടെ നിരവധി സംസ്കാരങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും അള്ളാഹ്ക്ക് അറിയില്ല. ഈ മക്ക, മദീന, ഈജിപ്ത്, സിറിയ ഇതിന്റെ ചുറ്റിപ്പറ്റി അതിനെ മാത്രം വട്ടം തിരിയുന്ന ഒരു പടച്ചോനെയാണ്. അവിടുത്തെ അബൂബക്കർ എന്താ ചെയ്യണത്, മൈമൂന എന്താ ചെയ്യണത്, ഉമർ ഇപ്പൊ എന്താ കടന്നുറങ്ങാനോ, അലി ഇപ്പൊ എങ്ങനെയിരിക്കണത്, സെയ്ദ് ഇപ്പൊ എങ്ങനെയാണ്, സൈനബാടെ കാലം മുട്ടിനൊപ്പം പാവാട പൊങ്ങിക്കണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എത്തി നോക്കി അതിന് മാത്രം വിഷയങ്ങളും ആയത്തുകളും ഇറക്കുന്ന ഒരു പടച്ചവനാണ് ഇപ്പൊ ഖുർആൻ വ്യാഖ്യാനം നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കുക. ഹൈന്ദവ വേദങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നോക്കിയാ തിബത്ത്, ഗംഗ, യമുന, ഹിമാലയം, സാനുക്കള് അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവം അവിടെ മാത്രമേ അവരുടെ ദൈവം ചുറ്റിപ്പറ്റിയിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ ഖുർആൻ യാ യുഹന്നാസാണ്, മനുഷ്യരാശിയോടാണ് ഖുർആനിന്റെ അഭിസംബോധന. അതാണ് ഖുർആനിലെ എന്നെ ആകർഷിപ്പിച്ച ഒരു സംഗതി. ഇത് മക്കക്കാർക്കാണെങ്കിൽ നമുക്കിത് പൂട്ടിവെക്കാം, ഇത് മദീനക്കാർക്കാണെങ്കിലും അടച്ചു വെക്കാം. ഞാൻ മദീനക്കാരനല്ല. ഇതിൽ മൈമൂനയുടെ കാര്യമാണെങ്കിൽ വേണ്ടേ, 4 പെണ്ണ് കെട്ടുന്ന കാര്യമാണെങ്കിൽ എനിക്കിപ്പോ അതിന് ഒഴിവില്ല, ഒന്നിനെ തന്നെ പോറ്റാൻ ഇപ്പോ സമയമില്ല. അതുകൊണ്ട് 4 പെണ്ണ് കെട്ടുന്ന കാര്യമാണെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് പൂട്ടി വെക്കട്ടെ, ഇപ്പൊ ഈ ഖുർആൻ ആവശ്യമില്ല. മകനെ അറുക്കണ കാര്യമാണെങ്കിൽ എന്റെ കുട്ടിനൊപ്പം ഞാൻ അറുക്കാൻ തയ്യാറല്ല. ഇത് ഈ വേഗം അറച്ചു വെക്കാം. മകനെ അറുക്കാനാണ് ഇതിൽ പറയണമെങ്കിൽ വേഗം കിതാബ് കൂട്ടിയേക്കാം സ്വന്തം. ഇത് എന്നെ ആകർഷിപ്പിച്ച സംഗതി എന്നാണ്, ഇത് മനുഷ്യരാശിയോട് അഭിസംബോധന ചെയ്യുന്നു. ഇത് മനുഷ്യരെ വിമോചിപ്പിക്കാൻ, മനുഷ്യ വിമോചനത്തിന്റെ കാര്യങ്ങളാണല്ലോ ഇത് ചർച്ച ചെയ്യുന്നത്. എങ്കിലും ഓക്കെ, ഞാൻ ഒരിക്കൽ പറഞ്ഞത്, എങ്കിൽ തുറന്നു വെക്കൂ, വായിക്കൂ. ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ രക്ഷപ്പെടുത്താനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇതിലുള്ളതെങ്കിൽ വായിക്കൂ, തുറന്നു വായിക്കൂ. അത് ഏത് ഗ്രന്ഥാണെങ്കിലും അങ്ങനെ വായിക്കണ്ടുള്ളൂ. മനുഷ്യരാശിയുടെ ദോഷത്തിനാണെങ്കിൽ തന്റെ അയൽക്കാരന്റെ പായസം കുടിക്കാൻ പറ്റാത്ത കിതാബാണെങ്കിൽ കൂട്ടിവെക്കൂ. കള്ളം വന്ന ഓടി വരേണ്ടത് ഓനാണ്. ഇങ്ങോട്ട് മൂപ്പര് പായസം വേണ്ടാന്ന്. എന്റെ അയലോക്കൻ രാമേന്ദ്രനാണ്, നായരാണ്. ഒരു കള്ളൻ രാത്രി വന്ന ഓടി വരണ മൂപ്പര് പായസം കുടിക്കണ്ടെന്നാ അവര് പറഞ്ഞ കഴിഞ്ഞ വരുന്നത്. ഇപ്പൊ ഈ ഓണം കഴിഞ്ഞപ്പോ പായസം കുടിക്കാൻ പാടില്ല. ഇങ്ങനെ തന്റെ സഹജീവിയെ പോലും ശത്രുവാക്കുന്ന തത്വശാസ്ത്രമാണെങ്കിൽ ആ കിതാബ് പിന്നെ കരിച്ചു കളയാൻ നല്ലത്. ആ കിതാബ് ലോകത്തിന് ആവശ്യമില്ല.
ഇത് എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഖുർആനല്ല, അതിന്റെ പിന്നെ വലിയ കിതാബാണെങ്കിലും പിന്നെ അത് കരിച്ചു കളയാൻ നല്ലത്. ഞാൻ പറഞ്ഞു, എന്റെ കൂടെ ഉള്ള മാഷന്നെ, എന്റെ അതേ ടൈറ്റിലുള്ള ആളെന്നെ നമ്മളെ മഹലില് കുത്തുബ പറഞ്ഞത്, മൂപ്പരാ പറഞ്ഞത്. ഞാൻ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചെങ്ങായിട്ട് സർക്കാരിന്റെ 11 ദിവസം വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങി ഓണത്തിന്റെ പേരിൽ, അതിനെനക്ക് കുഴപ്പമില്ല. 2500 റുപ്യ എണ്ണി വാങ്ങി അലവൻസ്, അതിനെനക്ക് കുഴപ്പമില്ല. സർക്കാരിന്റെ റേഷൻ അരിയുടെ ആനുകൂല്യങ്ങളും നീതി സ്റ്റോറിൽ നിന്നുള്ള വിലക്കുറവിലുള്ള സാധനം ഒക്കെ വാങ്ങി, അതിനും കുഴപ്പമില്ല. തന്റെ അയൽക്കാരനുമായി ബന്ധം സ്ഥാപിക്കാൻ ഒരു ഗ്ലാസ് പായസം കുടിക്കുന്നതാണ് ഇവർക്ക് ആകെയുള്ള പ്രശ്നം. ഓണത്തിന്റെ പേരിൽ ബാക്കിയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഇവര് പറ്റുന്നുണ്ട്. മുമ്പൊരു മാസാണ് ഈ സ്വത്ത് പറഞ്ഞ ആള് 11 ദിവസമാണ് സർക്കാരിന്റെ ശമ്പളം ഓണത്തിന്റെ പേരിൽ സുഖമായി വാങ്ങിയത്. 11x1000 കൂട്ടിക്കോളും, ചുരുങ്ങിയ ഒരു അധ്യാപകന്റെ ഇപ്പോഴത്തെ ശമ്പളം 11,000 റുപ്യ ഇരുന്ന് വാങ്ങി, കുഴപ്പമില്ല. 2500 അലവൻസ് വാങ്ങി, പോക്കറ്റിൽ എണ്ണി, പുതിയ നോട്ടുകൾ, അതിനും കുഴപ്പമില്ല. റേഷൻ കടയിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ വാങ്ങി, അതിനും കുഴപ്പമില്ല. പക്ഷേ തന്റെ അയൽവാസിയുടെ ഈ സുഹൃത്തുക്കള്, മക്കള്, അയൽക്കാര് തമ്മിലുള്ള ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു തുള്ളി പായസം കുടിച്ചാൽ അത് ഭയങ്കര അപകടമാന്നാ പറഞ്ഞത്. അത് നരകത്തിലേക്കുള്ള പോക്കാന്നാ പറഞ്ഞത്. പിന്നെ എന്താ ചെയ്യാ? ആ നരകാണെങ്കിൽ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. ഞാൻ എന്റെ കുട്ടികളോട് ഞാൻ ഇഷ്ടം പോലെ കുടിക്കാനാ പറയാം, വാങ്ങി നല്ലോണം കുടിച്ചോളിന്ന്. എന്നിട്ട് അതിന് കിട്ടണ നരകം നമുക്ക് എന്താന്ന് വെച്ചാൽ അപ്പൊ ആ തീരും പഴകുട്ടികളും പോയി കടന്നോളിന്ന് പറഞ്ഞാൽ, അല്ലാതെ എന്താ പറയും പൊന്നാരത്. അപ്പൊ ഇനി വിഷയത്തിലേക്ക്, അപ്പൊ ഈ സെയ്ദിന്റെ കാര്യം അത്ര പോരെ? മുഹമ്മദ് മാക്കാന മുഹമ്മദ് അബാഹദിൻ റിജാലിക്കും. റജല് എന്ന് പറഞ്ഞാൽ തന്നെ ഇവരെന്നെ റജല് ഇപ്പൊ അടുത്തവിടെ കണ്ടു. റജല് പോട്ടെ, മാക്കാന മുഹമ്മദ് അബാഹദിൻ റിജാലിക്കും. മുഹമ്മദ് നിങ്ങളിൽ ആരുടെയും ബാപ്പയൊന്നുമല്ല. വലാകിൻ റസൂലുള്ളാഹി, അത് കുറച്ചധികം പറയണല്ലോ. ഖാതമുൻ നബിയിൽ, നബിയിലേക്ക് പോകുന്നത്. വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ. മുഹമ്മദ് നിങ്ങളിൽ ഒരു മനുഷ്യന്റെയും പിതാവല്ല. റജൽ എന്ന് പറഞ്ഞാൽ തന്നെ ധീര പോരാളികൾ എന്നാണ്. വാരിയർ, ഒരാശയത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ആൾക്കാണ് റജൽ എന്ന് പറയുന്നത്. അവനാണ് റജലാണ് അവൻ. അങ്ങനത്തെ ഒരാളുടെയും പിതാവല്ല. പിതാവല്ല എന്ന് പറഞ്ഞാൽ സ്വന്തം വാപ്പയല്ല എന്നല്ല, സ്വന്തം വാപ്പയുടെ അല്ല എന്നല്ല. വലാകിൻ റസൂലുള്ളാഹിയോ, അത് നബിയും റസൂലും തമ്മിൽ കുറച്ച് വിശദീകരിക്കേണ്ടി വരും. റസൂലും നബി അത് അവിടെ ഇരിക്കട്ടെ വിഷയം. റസൂലും നബിയും ലേശം വ്യത്യാസമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ് റസൂല്. ഒരു മെസ്സേജ് നബി, ഒരു മെസ്സേജുമായി വരുന്ന ആളാണ് റസൂല്. അതാണ് അത് തമ്മിലുള്ള മാറ്റം. ഒരു ദൂതുമായി വരുന്ന വ്യക്തി റസൂല്, പക്ഷെ അയാള് അധികാരം കൈയാളണമെന്നില്ല. ഒരു രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ കൂടി കൈയാളുമ്പോൾ അയാള് നബിയാണ്. ഒരു റസൂലിനെ വരെ നിശ്ചയിക്കാനുള്ള അധികാരം നബിക്കുണ്ട്. പോട്ടെ, ലേശം കുറച്ച് ആഴത്തിൽ പറയേണ്ടി വരും.